കുംഭമേള വന്നത് സനാതനധർമ്മത്തിൻ്റെ ഒരു തിരിച്ചുവരവ്. ഈ മണ്ണിന് എന്നോട് എന്തോ പറയാനുണ്ട്, അത് തന്നെയാണ് എൻ്റെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏതോ ഒരു ജന്മത്തിൽ ആരോ എന്നെ ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇന്ന് ഈ പുഴ തീർത്ഥമായതിലൂടെ ഈ രാക്ഷസീയ സ്വഭാവമുള്ളവർക്ക് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യമാണ് വന്നു കിട്ടിയിരിക്കുന്നത്. ഇത്രയും ശാന്തിയും സമാധാനവുമുള്ള ഒരു ധർമ്മം ഈ ലോകത്ത് വേറെയുണ്ടോ? ഒരു ജനം TV മാത്രമാണ് ഇതിനെ കാണിക്കുന്നത് പോലും. മറ്റൊരു ചാനൽ പോലും ഇതിനെ നമുക്ക് സപ്പോർട്ടീവായിട്ടില്ല. അതും ഒരു മാധ്യമങ്ങളുമില്ല. എനിക്ക് ജനം TVയോട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്നേഹം എനിക്ക് അവരോടുണ്ട്. നമസ്തേ, എനിക്കൊപ്പം ഉള്ളത് ഹിന്ദു കേസരി ശ്രീ ശ്രീനിവാസൻ തമ്പുരാനാണ്. തമ്പുരാൻ, നമ്മൾ ആദ്യം കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു മഹാമാഘ മഹോത്സവം തിരുനാവായിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് ഇത്രത്തോളം ജനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് അങ്ങൊരു ആഹ്വാനം നടത്തിയിരുന്നു. ശേഷം നമുക്ക് അറിയാം, ഒരുപാട് പേരാണ് ഇന്ന് നിളയുടെ തീരത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഇതിലേക്ക് നോക്കിക്കാണുന്നത്? പ്രണാമം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് വളരെ പരിമിതമായ വിശ്വാസികളെ ഇവിടെ വന്നിരുന്നുള്ളൂ. കാലത്തിൻ്റെ മാറ്റമാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കാലത്തിൻ്റെ മാറ്റം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാം. നിള ഇന്ന് രാവിലെ ഇവിടെ ഒരു യജുർവേദ യജ്ഞം നടന്നു. ആ യജ്ഞത്തിലൂടെ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്തമുഖരിതമായി ഒരു സമയത്ത് ഒഴുകിക്കൊണ്ടിരുന്ന നിള നദി, ഭാരതപ്പുഴ, ഇന്ന് യജുർവേദ യജ്ഞത്തിലൂടെ അതൊരു തീർത്ഥമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭാരത തീർത്ഥമായി മാറിയിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റം. ഞാനിവിടെ വന്നു. ഞാൻ എൻ്റെ വരവിനെ കാണുന്നത് എൻ്റെ ഏതോ ഒരു ജന്മത്തിൽ ആരോ എന്നെ ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. എനിക്ക് വീണ്ടും ഒരു പുനർജന്മം കിട്ടിയിരിക്കുന്നു. ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്നെ ആര് എന്ത് അന്ന് ചെയ്തുവോ ആ രൂപം ഇന്നും വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നെപ്പോലെ എന്നൊരു ഓർമ്മ എനിക്ക് വരുവാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ഇത് നാവാമുകുന്ദൻ്റെ സ്ഥലം. നാവാമുകുന്ദൻ ഈ പ്രദേശത്ത് കാലാകാലങ്ങളായി കുടികൊള്ളുന്ന പ്രദേശം. നാവാമുകുന്ദൻ്റെ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ടിരുന്നു. വീണ്ടും സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നിലനിന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രദേശമാകെ ആകെ രാക്ഷസ രൂപമുള്ള, രാക്ഷസ സ്വഭാവമുള്ളവർ കയ്യേറിയിരിക്കുകയാണ്. ഇന്ന് ഈ പുഴ തീർത്ഥമായതിലൂടെ ഈ രാക്ഷസീയ സ്വഭാവമുള്ളവർക്ക് സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യമാണ് വന്നു കിട്ടിയിരിക്കുന്നത്. എനിക്ക് അവരോടെല്ലാം പറയാനുള്ളത്, നിങ്ങളുടെ പൂർവികരോട് അതിരാക്ഷസന്മാരായിട്ടുള്ളവർ എന്തൊക്കെ ചെയ്തുവോ അത് മനസ്സിലാക്കി സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ തിരിച്ചു വന്നേ മതിയാകും. നിങ്ങൾ വന്നിരിക്കും. സ്വമേധയാൽ വന്നാൽ നന്ന്. ഞാനതുകൂടെ പറയാണ്, ഇന്നത് തീർത്ഥമായിരിക്കുന്നു. ഇത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കൂടെ ഒരു സ്വാഗതമോദൽ കൂടിയാണ്. തീർത്ഥമായിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു വരൂ. എന്തിനാ രാക്ഷസീയ സ്വഭാവമുള്ളതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു? തിരിച്ചു വരിക. ഇത്രയും ശാന്തിയും സമാധാനവുമുള്ള ഒരു ധർമ്മം ഈ ലോകത്ത് വേറെയുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ പൂർവികരോട് ഈ രാക്ഷസന്മാർ എന്തൊക്കെ ചെയ്തുവോ അതൊരു നിമിഷം ഒന്ന് ആലോചിക്കുക. മാനുഷിക മൂല്യം ശകലമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു വരിക. നമ്മളുടെ ധർമ്മത്തെ ഇനിയും ശല്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പാപം നിങ്ങൾ സ്വയം അനുഭവിക്കേണ്ടി വരും. നാവാമുകുന്ദൻ പൂർണ്ണ തേജസ്സോടുകൂടി വരികയാണ്. ഇതിനെതിരെ നിങ്ങളാരും പ്രവർത്തിക്കാനോ ചിന്തിക്കാനും പാടില്ല എന്നുകൂടി ഞാൻ വിനീതമായിട്ട് എല്ലാവരോടും, ഈ ധർമ്മം അത്ര പുണ്യമാർന്ന ധർമ്മമാണ്. അതുകൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. എനിക്കിതാണ് ഈ പ്രദേശത്തുള്ളവരോട് പറയാനുള്ളത്. നാവാമുകുന്ദൻ, ഇത് കുംഭമേള വന്നത്
സനാതനധർമ്മത്തിൻ്റെ ഒരു തിരിച്ചുവരവ്. ഇത് നിങ്ങളെല്ലാം മനസ്സിലാക്കിയേ മതിയാവും. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ പൈതൃകത്തെ തിരിച്ചറിയുക അല്ലെങ്കിൽ സ്വത്വത്തെ തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട്. അതൊരു മടങ്ങിപ്പോക്കാണ്. ആ ഒരു യാത്രയിൽ തന്നെയാണ് ഭൂരിഭാഗം മലയാളികളും അല്ലെങ്കിൽ ഭാരതീയരും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി വരുന്ന വർഷക്കാലം ഈ തരത്തിലുള്ള മാഘമഹോത്സവങ്ങളിലേക്കെല്ലാം ഇതിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടില്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പം ലോകമെമ്പാടും അറിഞ്ഞിട്ടില്ല. ഒരു ജനം ടി വി മാത്രമാണ് ഇതിനെ കാണിക്കുന്നത് പോലും. മറ്റൊരു ചാനൽ പോലും ഇതിനെ നമുക്ക് സപ്പോർട്ടീവായിട്ടില്ല. അതും ഒരു മാധ്യമങ്ങളുമില്ല. എനിക്ക് ജനം ടി വിയോട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സ്നേഹം എനിക്ക് അവരോടുണ്ട്. ഞാൻ എല്ലാവരോടും പറയാണ്, നമ്മളുടേതേതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മളുടേത് ആരാണോ അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കണം. നമ്മളുടെ ധർമ്മത്തോട് ആരുണ്ടോ അവരെ നെഞ്ചോട് ചേർക്കണം. ജനം ടി വി നമ്മുടേതാണ്. അതുകൂടി എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഇതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ തിരിച്ചുവരവ്. അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആരുണ്ടോ, ഏതൊരുവനുണ്ടോ അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കണം. നമ്മൾ പറയാറുണ്ട് ഓരോ മാറ്റവും വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹിന്ദു കുടുംബങ്ങളോട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് സ്വാമിജിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താണ്? നിങ്ങൾ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ജന്മത്തിൽ നിങ്ങൾ സനാതനധർമ്മ വിശ്വാസിയായിട്ട് ജനിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? പണ്ട് കാലത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും വന്നിട്ട് നമ്മുടെ അമ്മമാരെ പിച്ചി ചീന്തിയ സമയത്ത് അതിനെ എതിർത്ത് നിന്ന് അന്ന് ഉണ്ടായിരുന്ന ആ ഫാമിലിയിൽപ്പെട്ടവരാണ് നമ്മൾ. അന്ന് എതിർത്തവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ സെക്യുലറിസം പറഞ്ഞുകൊണ്ട് അവരെ അങ്ങനെയുള്ളവർക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഇനിയും നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ സംസാരത്തിൽ നിന്നോ നമ്മുടെ പ്രവൃത്തിയിൽ നിന്നോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ല. കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങൾ മാത്രമല്ല, അവർ ശസ്ത്രകല കൂടി പഠിക്കണം. കാലത്തിൻ്റെ പോക്കതാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഓടാൻ മാത്രമല്ല ശസ്ത്രമെടുക്കാൻ അവർ പഠിച്ചിരിക്കണം. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നില്ല നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ തടുക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതൊരു അത്യാവശ്യമാണ്. പഠിപ്പ് ആവശ്യമാണ്. പഠിപ്പിനോടൊപ്പം തന്നെ സ്വയം രക്ഷയും കൂടെ നോക്കണ്ടേ? നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമല്ലാതെ വേറെ ആരുണ്ട്? അത് പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് അമ്മ പെങ്ങന്മാരോടാണ്. എല്ലാവരും സ്വയം രക്ഷിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അതാണ് 271 കൊല്ലം എന്തുകൊണ്ട് അത് നിർത്തിവെച്ചു? നമ്മുടെ ധർമ്മവിശ്വാസികളുടെ ധൈര്യമില്ലായ്മ, മരണത്തോടുള്ള ഭയം. അന്ന് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും ഹിന്ദുക്കളായിട്ട് ജനിച്ചിരിക്കുന്നു. നമ്മൾ ഏത് ഫാമിലിയിലാണ് ജനിച്ചത്? അന്ന് ധൈര്യത്തോടെ എതിർത്ത് നിന്നവരുടെ ഫാമിലിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്, അല്ലേ? ബാക്കിയുള്ളവരെല്ലാം ആ രാക്ഷസീയ സ്വഭാവം ഉള്ളവരായി മാറിയിരിക്കുക. നമ്മളിന്നും സനാതന ധർമ്മത്തെ നെഞ്ചോട് പിടിച്ച് ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് ജീവിക്കാനൊക്കെ, അല്ലേ? നമ്മൾ പുനർജന്മം എടുത്ത് വന്നിരിക്കുകയാണ്. അങ്ങ് ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ കുംഭമേളയുടെ ഈ പ്രദേശം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഒരു പക്ഷേ അങ്ങയുടെ നെഞ്ചത്ത് വാൾ വെച്ചിട്ട് ആരെങ്കിലും ഇവിടെ പ്രദേശത്ത് ജീവിച്ചുണ്ടായിരിക്കാം. നമുക്കത് ഇല്ല എന്ന് പറയാനൊക്കില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണവുമില്ല. വീണ്ടും വരപ്പെടുന്നു. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ മണ്ണിന് എന്നോട് എന്തോ പറയാനുണ്ട്. അത് തന്നെയാണ് എൻ്റെ നാവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിന് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്. ഇല്ലെങ്കിൽ ഞാനിവിടെ വരേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വന്നു. ഈ കുംഭമേളയുടെ പ്രാധാന്യം അർഹിക്കുന്ന പല പൂജകളിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതൊക്കെ ഓരോ പ്രാവശ്യവും ഞാൻ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഇതാണ്, ഈ മണ്ണിന് എന്തോ എന്നോട് പറയാനുണ്ട്. ആ മണ്ണിന് പറയാനുള്ളത് പല പ്രാവശ്യങ്ങളായി എൻ്റെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കും. അതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞ ഇതാണ്, ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഈ മണ്ണിൽ ഒരു പക്ഷേ എൻ്റെ ഒരു തോന്നലായിരിക്കാം, നിങ്ങളുടെ ചോര ഏതോ ജന്മത്തിൽ ഇവിടെ വീണിട്ടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മുടെ ശത്രു ആരെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ധർമ്മത്തോട് അടുത്ത് നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ നമ്മുടെ മിത്രം. ധർമ്മത്തിനെതിരായിട്ട് ആര് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ശത്രുവാണ്. ഇത് നമ്മൾ ഈ തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മം ജയിച്ചു. നമ്മുടെ ധർമ്മത്തിൻ്റെ തിരിച്ചുവരവാണ്. അതിനുള്ള സാഹചര്യമാണ് ദൈവമായിട്ട് നമുക്ക്
ഈ മലപ്പുറത്ത് തന്നെ സനാതന ധർമ്മവിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു പ്രദേശം ഇന്ന് നമുക്കിവിടെ ഇത്രയും ജനങ്ങളിവിടെ സജ്ജനങ്ങളിവിടെ ഒത്തുകൂടണമെന്നുണ്ടെങ്കിൽ അതൊരു തിരിച്ചുവരവ് മാത്രമാണ്. അത് തിരിച്ചുവരവാണ്. സ്വാമിയുടെ പേരെന്താ? എൻ്റെ പേര് ശ്രീനിവാസൻ. ഞാൻ ഡൽഹിയിലാണ്. ധർമ്മത്തിന് വേണ്ടിയിട്ട് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അത്രയുള്ളൂ.